ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ചെമ്പനീർ പൂവിലേക്ക് നമുക്ക് പോകാം. കഥ എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലേ? അപ്പോൾ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേരും കൂടി ഇരുന്ന് ബിയർ അടിക്കണം. അപ്പോൾ നമ്മുടെ സച്ചി കുടിക്കണമൊന്നുമില്ല കേട്ടോ. ശ്രീകാന്തും സുധിയും കൂടിയാണ് കുടിക്കുന്നത്. അപ്പോൾ ഇവന് ബിസിനസ്സിന് തുടങ്ങാനുള്ള ഓരോ ഐഡിയകൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്ത് പറഞ്ഞാലും ഇവന് അത് സൂട്ടാവണില്ല. അപ്പോൾ അവസാനം സുധി പറയും, നിനക്ക് എന്താണ് താല്പര്യം, നീ അത് അല്ല സുധിയല്ല, ശ്രീകാന്ത് പറയും, ഏട്ടന് എന്താണ് താല്പര്യം അത് പറയാമെന്നറിയാം. അപ്പോൾ പറയും, എനിക്കുണ്ടല്ലോ, ഞാനിങ്ങനെ ഇരിക്കുക, ഒരു കറങ്ങുന്ന കസാരയിൽ ഇങ്ങനെ, അല്ല ഞാനിങ്ങനെ ഇരിക്കുക, ഇരുന്നിട്ട് അപ്പോൾ എൻ്റെ മുന്നിൽ പൈസ അങ്ങനെ വരണം എന്നറിയും. അപ്പോൾ പറയും, അങ്ങനെ ഒരു ജോലിയുണ്ട് പറയും നമ്മുടെ സച്ചി. അപ്പോൾ പറയും, എന്താടാ പറയും. ഇല്ല, നീ കുറച്ച് ദിവസം മുന്നേ ചെയ്ത ജോലി തന്നെ അറിയാം. അപ്പോൾ അതെന്ത് ജോലി വയ്ക്കുമ്പോൾ പിച്ചക്കാരനെ ഒരു അമ്പലത്തടയ്ക്ക് പോയിട്ട് അവിടെ ഇരുന്നാൽ മതി, ഇതിൻ്റെ മുന്നിൽ കാശ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നറിയും. എടാ നീ ആളെ ഇതാക്കല്ലേ എന്നറിയും. അല്ലടാ പിന്നെ നീ ഒന്നും ചെയ്യേണ്ട, വെറുതെ ഇരുന്നാൽ നിൻ്റെ മുന്നിലേക്ക് എങ്ങനെയാടാ കാശ് വരുന്നത് എന്നൊക്കെ അതിന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നല്ല സ്നേഹം കേട്ടോ ഒറ്റങ്ങൾ. പക്ഷേ ഈ ഭാര്യമാരാണ് ഇടംകൊള്ളുന്നത് മുഴുവനെ. ഭാര്യമാരെന്ന് പറയാൻ പറ്റില്ല, ശ്രുതി മാത്രം. ശ്രുതിയുടെ അമ്മായിയമ്മയും കൂടെയാണ് വിറ്റകളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തെളിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയാം, അല്ലാണ്ട് വേറൊന്നുമില്ല എന്നൊക്കെ പറയാം. അപ്പോഴേക്കും സുധി ഏതാണ്ട് നല്ല ഫിറ്റായിരുന്നു. കാരണം സച്ചി കുടിക്കാത്തതുകൊണ്ട് ആ ഒരു ബിയർ ബോട്ടിലും കൂടെ സുധി അകത്താക്കി ഇറക്കുകയാണ്. ശ്രീകാന്തും അത്യാവശ്യം മോശമായിട്ടില്ല, 2 നാവൊക്കെ ചെറുതായി കുഴഞ്ഞൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ തകൃതിയായി ചർച്ച നടക്കുക. അപ്പോൾ താഴെയും ഒരു പെണ്ണുങ്ങളും 3 പേരും കൂടെ ഭയങ്കര ചർച്ചയിലാണ്. അപ്പോൾ നമ്മുടെ രേവതി ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 3 കൂടി ഇരുന്ന് കുടിക്കുകയാണ്. അപ്പോൾ കുടിക്കുമ്പോൾ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് ചോദിക്കുകയാണ് രേവതി. അപ്പോൾ പറയും, ഒന്നും തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ ഐഡിയകൾ ഓരോന്നും വരുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല എന്ന് പറയും. അപ്പോൾ രേവതി പറയും, അല്ല നമ്മുടെ വർഷ പറയുന്നൊരു സ്റ്റുഡിയോ തുടങ്ങിക്കൂടെ അറിയാം. അപ്പോൾ സ്റ്റുഡിയോ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കുമ്പോൾ പറയും, റെക്കോർഡിങ് സ്റ്റുഡിയോ. ഞങ്ങൾക്കൊന്നാമത് ആ മേഖലയിൽ വലിയ പരിചയമല്ലല്ലോ, അപ്പോൾ അത് ശരിയാവില്ല അറിയും. എന്നാൽ ഒരു പൂക്കട തുടങ്ങുമ്പോൾ പൂക്കടയോ, അയ്യോ അതൊട്ടും പറ്റില്ല എന്നറിയും. അപ്പോൾ പറയും, പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒന്നും അറിയില്ല, എന്തപ്പോൾ അവിടെ ഇപ്പോൾ 3 കൂടെ ഭയങ്കര ചർച്ചയിലാണ്, അവിടെയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാവും ഇപ്പോൾ അത് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ രേവതി പറയുന്ന ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിനെ തുടങ്ങുക, അപ്പോൾ ഇന്നുണ്ടല്ലോ ഒന്നും കൂടെ തുടങ്ങിയാൽ പോരേക്കും. അപ്പോൾ പറയും, സുധിക്ക് അതൊന്നും ശരിയാവില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പറയും, ഇന്നിപ്പോൾ ആരും കാണാത്ത നല്ല കുടി അവിടെ കുടിക്കുന്നുണ്ടാവും എന്നൊക്കെ അങ്ങനെ പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ട് സുധിയുടെ ഒരു ബോട്ടിൽ ബിയർ മാത്രം കഴിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വർഷം അറിയും, ഞാനും പറഞ്ഞിട്ടുണ്ട് ഒന്ന് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അതിനുള്ള അനുമതിയെ ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്നറിയും. അപ്പോൾ രേവതി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പറയും, ഇന്ന് സച്ചി നല്ല കുടിയാണ് കേട്ടോ, രേവതി പറഞ്ഞാലും കേൾക്കില്ല, കുടിച്ച് കൂത്താടനുണ്ടാവും എന്നൊക്കെ അങ്ങനെ പറയാൻ കേട്ടോ. ആകെപ്പാടെ 3 ബോട്ടിൽ ബിയറേ മേടിച്ചിട്ടുള്ളൂ പിശിക്കൻ, എന്നിട്ടാണ് കുടിച്ച് കൂത്താടുന്ന് അറിയും. ഇപ്പോൾ ആരോടും ചോദിക്കാനും പറയാനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി നന്നായിട്ട് കളിയൊക്കെയാണ് രേവതിനെ. അപ്പോൾ രേവതി അതിനൊന്നും പറയുന്നില്ല. രേവതി അദ്ദേഹം കുടിക്കൊന്നുമില്ല അറിയും, കുടിക്കൊന്നുമില്ല, നിൻ്റെ അനുവാദമൊന്നും വേണ്ടല്ലോ അപ്പോൾ അവന് കുടിക്കാൻ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിങ്ങനെ കളിയൊക്കെയാണ്. അങ്ങനെ അവിടുന്ന് അപ്പോഴേക്കും ഇവരെ കാണുന്നില്ല. അപ്പോൾ അവിടെ അവസാനം കുടിച്ച ആകപ്പാടെ ബഹളമൊക്കെ ആയി 3 കൂടെ. അപ്പോൾ ദേഷ്യം വരുന്നുണ്ട് സച്ചിക്ക്. എടാ എന്ത് കുടിയടാ കുടിക്കണമെന്ന് പറയുമ്പോൾ, എടാ നിൻ്റെ ഏട്ടനല്ലടാ നീ എൻ്റെ ഏട്ടനല്ലടാ എന്നൊക്കെ പറയുന്നുണ്ട് സച്ചിയോട് സുധി. അപ്പോൾ പറയും, എടാ തിരിച്ചാടാ, നീയാണ് ഞങ്ങളുടെ ഏട്ടൻ എന്ന് പറയുമ്പോൾ, അത് ശരിയാണല്ലോ എന്നറിയാം. അത്രയും പോയി സുധി. അങ്ങനെ ഇനി നീ പോയി കിടക്കുകയെന്ന് പറയാം. അപ്പോഴേക്കും ശ്രീകാന്തിനെ വിളിക്കുകയാണ് വർഷം. ഇതെന്താ അത്ര നേരമായി എൻ്റെ മുകളിൽ പോയിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്നില്ലായിരിക്കും. ഇപ്പോൾ ശ്രീകാന്ത് അറിയാം, അയ്യോ ഞാൻ വരുന്നുണ്ട് എന്നറിയും, നാവൊക്കെ കുഴഞ്ഞിട്ട് അറിയുന്നത്, അങ്ങോട്ട് ഇറങ്ങി വാന്നറിയും. അപ്പോഴേക്കും സുധീനെയും വിളിക്കുകയാണ്. സുധീനെ വിളിക്കുന്ന സമയത്ത് സുധി പറയും, അപ്പോൾ ആരാ വിളിക്കുന്നത് നോക്കടാ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അറിയാം, പൗഡർ ഇടത്തെയാണ് പറയും. ആണോ ദൈവമേ എന്നിപ്പോൾ ശരിയാക്കുമെന്ന് അറിയും. എന്നിട്ട് എന്താ മോളെ ശ്രുതി കുട്ടാ ഡാർലിംഗ് എന്നൊക്കെ പറയും, നീ എന്താ അവിടെ കാണിക്കുന്നത്, നിങ്ങളുടെ ഇറങ്ങി വരുന്നത് കഴിഞ്ഞില്ലേ നിങ്ങളുടെ ചർച്ച, മതി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ എന്നാൽ ശരി ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ടെറസിൻ്റെ മുകളിൽ എടുത്ത് ചാടാൻ പോവുകയാണ്. എന്നിട്ട് ബാൽക്കണിയിൽ നിന്ന് ഞാൻ പറിച്ചേ അതിയല്ല വഴി എന്നൊക്കെ പറഞ്ഞ് ഒരു 2 കൂടെ പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. എന്താട്ടിയിട്ടും ശ്രുതി നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ താഴെ ശ്രുതി ഇങ്ങനെ പറഞ്ഞു, നല്ല ഫിറ്റാ തോന്നുന്നു നിൻ്റെ സച്ചിനെ എല്ലാവരും കൂടെ കൊണ്ടുവരിക താഴത്തേക്ക് എന്ന് പറയും. അപ്പോൾ സുധി അട്ടുതൊട്ടിൽ നമ്മൾ കുറച്ച് നേരം ആടിയിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അവസാനം പിടിച്ച് വലിച്ച് താഴത്തേക്ക് ഇറക്കി കൊണ്ടിരുമ്പോൾ അതുവരെ രേവതിയെ കളിയാക്കിയും കൊണ്ടിരിക്കുകയും ശ്രുതി. അപ്പോൾ രാഷ്ട്രം അറിയാം ആരെ കൊണ്ടുവരുന്നത് നോക്ക്, ശ്രുതി എടുത്തി നിങ്ങളുടെ ഹസ്ബൻഡിനെ എല്ലാവരും കൂടെ പിടിച്ചുകൊണ്ട് വരുന്നതെന്നറിയാണ്. അപ്പോൾ നോക്കുമ്പോൾ പിന്നെ സുധിയെ പറയാം, സുധി നീ എന്തായി കാണിച്ചു, നീ എന്തെങ്ങനെ കുടിച്ചെന്ന് നോക്കുമ്പോൾ, ഞാൻ അധികമൊന്നും കുടിച്ചിട്ടില്ല മോളെ, 1 ബോട്ടിലേ കുടിച്ചിട്ടുള്ളൂ പറയും. അപ്പോൾ ശ്രീകാന്തിൻ്റെ അടുത്ത് ഒഴിക്ക് പറയും, നോണ പറയാം 2 ബോട്ടിൽ കുടിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ് ശ്രുതി. അപ്പോൾ ആ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കയറുന്നിട്ട് പറഞ്ഞു, ഞാൻ കേൾക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവസാനം ദേഷ്യം വന്ന് ശ്രുതി പിടിച്ച് വലിച്ച് കൊണ്ടുപോവാണ്.
നീ ഇങ്ങോട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പിടിച്ചും കൊണ്ട് പോവാണ്. അപ്പോൾ നമ്മുടെ സച്ചി പറഞ്ഞിട്ട് ഇത് പൗഡർ എടുത്ത് കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ പിന്നെ ഇനി പ്രശ്നമാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോവുക. അത് കഴിഞ്ഞ് വർഷയും ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്. ശ്രീകാന്ത് പോവാന്ന് പറയും. അപ്പോൾ പറയും ഏട്ടാ ഇനി നാളെ ജീവനുണ്ടെങ്കിൽ കാണാം ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് അവനും പിന്നാലെ പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളുടെ രേവതി വന്നിട്ട് പിന്നെ സച്ചിനോട് ചോദിക്കണം നിങ്ങൾ കുടിച്ചു നോക്കുമ്പോൾ ഞാൻ കുടിച്ചിട്ടില്ല അറിയും, കള്ളം പറയരുത് അറിയും. ഇല്ല ഞാൻ കുടിച്ചിട്ടില്ല, സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല, നീ എന്താ എന്നെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് ചോദിക്കുക. പറയും നിങ്ങൾ എന്നെ ഊതിക്കുകയെന്നറിയും. ഊത് എന്ന് നോക്കിയാൽ ഊത് എന്നറിയും. അപ്പം നീ എന്താ ട്രാഫിക് പോലീസ് പറയുമ്പോൾ ഊതാനല്ലേ പറഞ്ഞു പറയും, മര്യാദയ്ക്ക് ഊത് പറയും. അങ്ങനെ അയാൾ ഇങ്ങനെ ഫൂന്ന് വെറുതെ പുറത്തേക്ക് ഊതും, അങ്ങനെയല്ല ശരിക്കും ഊത് പറയും. ഊതിയിട്ട് പറയും കുടിച്ചിട്ടില്ലേ അല്ലേ അറിയുമ്പോൾ ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുടിച്ചിട്ടില്ല, അവരാ കുടിച്ചത്, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല എന്നറിയും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ കുടിക്കരുത് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു വാക്ക് പറയില്ല, കാരണം എനിക്ക് കുടിക്കണം എന്നൊന്നും ഞാൻ കുടിക്കും, ഇന്ന് ഞാൻ കുടിച്ചിട്ടില്ല എന്നുള്ളൂ പറയും. ഇനി മുതൽ നിങ്ങൾ കുടിക്കുന്നില്ല എന്ന് രേവതി തീർത്ത് പറയാണ്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഒരു പക്ഷേ നാളെ എനിക്ക് കുടിക്കാൻ തോന്നിയാലോ അപ്പോൾ ഞാൻ കുടിക്കും എന്നറിയും കേട്ടോ. അങ്ങനെ അവസാനം നമ്മളെ രേവതി പറയും പിന്നെ ഞാൻ കിടക്കാൻ പോട്ടെ എന്നിട്ട് പോകുമ്പോൾ രേവതി പറയും ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ കിടക്കാമെന്ന് പറയും. അപ്പോൾ പറയും ശരിക്കും നിൽക്കും, അതിന്ന് ഞാനും നിങ്ങളുടെ കൂടെ ടെറസിൽ കിടക്കാറിയും. അപ്പോൾ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ അവരുടേതായിട്ടുള്ള കോമ്പിനേഷൻ സീൻ അങ്ങനെയൊക്കെ കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി പിറ്റേ ദിവസം ഒരാളെ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വിടണം. അപ്പോൾ പൈസ എത്ര വയ്ക്കുമ്പോൾ 650 രൂപ പറയും. അപ്പോൾ പൈസ പേഴ്സ് നോക്കുമ്പോൾ അയ്യോ ഇതെൻ്റെ ഷോപ്പാണ്, ഞാൻ അതിന് പൈസ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ പ്രായം ഒരാളാണ്, സീരിയലിലൊക്കെ ഉള്ള ആൾ തന്നെയാണ്. അപ്പോൾ കാണാൻ 2 ഗുണ്ടകൾ പുറത്തേക്ക് പോകും. താനെന്താണോ ഉത്തര വൈകിയത്, തന്നെ ഞങ്ങൾ കാത്തു നിൽക്കുമായിരുന്നു പറയും. ഇപ്പോൾ നിങ്ങളെന്തിനാ എന്നെ കാത്തു നിൽക്കണം എന്ന് ചോദിക്കുക അയാൾ. അപ്പോൾ തന്നോട് മര്യാദയ്ക്കാണ് ഈ കട ഞാൻ എഴുതി തരാൻ വേണ്ടി പറഞ്ഞിട്ട് അയാളെ അവിടുന്ന് അങ്ങനെ ഭീഷണിപ്പെടുത്താണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്താണ്. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കുമ്പോൾ ഇയാൾ നിന്നിങ്ങനെ കേൾക്കുന്നുണ്ട്, ഇവർ പറയുന്നത് അങ്ങോട്ട് ഇങ്ങോട്ട് തർക്കമാണ് കാണുന്നത്. അത് നമ്മൾ സച്ചിനെ ഇറങ്ങി വരുന്നുണ്ട് ചോദിക്കും എന്ത് സാർ എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഇവരാരോചിക്കുമ്പോൾ ഇവർ 2 ഗുണ്ടകളാണ്, അവർക്ക് എൻ്റെ കട കൊടുക്കണം, ഞാൻ പറഞ്ഞ വിലയ്ക്കല്ല അവർ അതിലും കുറച്ചാണ് ചോദിക്കുന്നത്, അത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അറിയാം. അപ്പോൾ നീ ആരാടാ വയ്ക്കും? ആ ഗുണ്ടകൾ സച്ചിയോട്. ഞാനാരായിക്കോട്ടെ, നിങ്ങൾ മാറിപ്പോൾ അദ്ദേഹം പോയി പൈസ എടുത്തിട്ട് പറ്റേ എനിക്ക് പോകാനുള്ളതാണ് അറിയാം. പറയും പറ്റില്ല, അയാൾ രണ്ടിലും തീരുമാനിക്കാതെന്ന് കടയിൽ കയറില്ല അറിയാം. പറയും അത് പറയാൻ നിങ്ങളാരാന്ന്, കാളെ പോലെ വളർന്നില്ല, പോയി ജോലി ചെയ്ത് ജീവിക്കടാ എന്നൊക്കെ പറയാണ് സച്ചി. അപ്പോഴേക്കും അപ്പുറത്തിപ്പുറത്തൊക്കെ ആൾക്കാരൊക്കെ വന്നിങ്ങനെ നോക്കണം, ടൗണിലാണ്. അപ്പോൾ പറയും മാറി നിൽക്കുകയെന്ന് പറയും. അപ്പോൾ പറയും നിങ്ങൾ കടയിൽ കയറണമെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞ വിലയ്ക്ക് ഞങ്ങൾ പറഞ്ഞ വിലയ്ക്ക് ഞങ്ങൾക്ക് ഈ കട തരണം എന്നൊക്കെ പറയാണ്. അങ്ങനെ അവിടുന്ന് ഇല്ലെങ്കിലും വയ്ക്കും. അങ്ങനെ അവിടുന്ന് സച്ചിയായിട്ട് അടി ഉണ്ടാക്കുകയാണ് ആ ഗുണ്ടകൾ. അപ്പോൾ പറയും കാണിച്ചു തരാടാ നിന്നെ ഞാൻ എന്നൊക്കെ പറയും. നീ ഇങ്ങോട്ട് വാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ കടേൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അത് ഈ ഇലക്ട്രോണിക്സ് സാധനങ്ങളുടെ ഒരു വലിയ ഷോറൂമാണ്. അപ്പോൾ പറയും സാറേ എന്തിനാണ് അവരിങ്ങോട്ട് വന്നത് ചോദിക്കും. അപ്പോൾ പറയും അവർ ഞാൻ ഈ കട വിൽക്കാൻ പോവുകയാണ്, പക്ഷേ ഞാൻ വിറ്റത് പറഞ്ഞ വിലയേക്കാളും കുറച്ചാണ് അവർ പറയുന്നത്, അതല്ലാണ്ട് വേറെ ആർക്കും ഈ കട വിൽക്കാൻ അവർ സമ്മതിക്കുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും സാർ ഇപ്പോൾ എന്തിനാണ് ഈ കട വിൽക്കുന്നത്, സാർ ഇത്രയാണ് ഇതിന് വില പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ അയാളൊന്നും പറയുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ അവസാനിക്കുന്നത്. അതുകൊണ്ട് ആരും നമ്മളുടെ ചാനൽ മിസ് ചെയ്യേണ്ട. കാണാൻ രാധാസ് ഫാമിലി കിച്ചൺ. പക്ഷേ കുറേ രസകരമായ സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു പോയെന്ന് മാത്രം. അതുകൊണ്ട് നിങ്ങളാരും മിസ് ചെയ്യാണ്ട് എൻ്റെ ഈ ചാനൽ കണ്ട് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പിന്നെ ബെല്ലൈക്കണൊക്കെ നിവർത്തി ഹെൽപ്പ് ചെയ്യുക പ്ലീസ്. അതുപോലെ നിങ്ങൾക്ക് ഞാൻ പവിത്രത്തിൻ്റെ കഥയും പറഞ്ഞിടുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ. ഇന്നത്തെ ദിവസം കഴിഞ്ഞ് പോകും, നാളെ നല്ലൊരു ദിവസം ആവട്ടെ. അങ്ങനെ എല്ലാവർക്കും വളരെ താങ്ക്സ്.